ഹലോ. വീക്കെൻഡായിട്ട് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ നേരെ കാറെടുത്ത് പാലക്കാടേക്ക് വെച്ച് പിടിച്ചു. പാലക്കാട് ഭാഗത്തേക്ക് തന്നെ പോകാനൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് NMR ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്ക് പോണ സമയത്തുണ്ടല്ലോ, ഒരു മണ്ണുത്തി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ശരിക്കും ആ ഒരു എന്താ പറയണ്ടേ, ടെറീനും അതിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ മാറുന്നത് ശരിക്കും അറിയാൻ പറ്റുമല്ലേ. എനിക്കതൊക്കെ നോട്ടീസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം നമ്മളങ്ങനെ ഫസ്റ്റ് സ്പോട്ടിലെത്തി NMRലേക്ക്. ഞങ്ങളിത് ഈ NMR ബിരിയാണി ഹൗസിലേക്ക് പോയി. അവിടെ പാർക്കിംഗ് ഉള്ളത് വലിയൊരു ഉപകാരമായിരുന്നു. കാരണം ചെറിയ റോഡാണ്, അപ്പോൾ പാർക്കിംഗ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഉപകാരമായി. ഞങ്ങൾ നേരെ ചെന്നു. ആസ് യൂഷ്വൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ NMRൽ മുമ്പേ വന്നിട്ടുണ്ട്, അവിടെ ഭയങ്കര തിരക്കാണ്. പക്ഷെ നമുക്കധികം വെയിറ്റ് ചെയ്യാണ്ട് തന്നെ സീറ്റ് കിട്ടിയിട്ടോ. ഞാൻ ആക്ച്വലി പോയിണ്ടായിരുന്നു ഒറ്റയ്ക്കല്ല. എൻ്റെ ഹസ്ബൻഡ് നന്ദു ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് വർഷ ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും അവർ ഓർഡർ എടുക്കാനായിട്ട് വന്നു. നന്ദു ഒരു നോർമൽ ബിരിയാണി, ഞാനും പിന്നെ വർഷ ചേച്ചിയും NMRലെ സ്പെഷ്യൽ ബിരിയാണിയാണ് പറഞ്ഞത്. എനിക്ക് ഈ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ അവർ ഈ ഒരു ഗ്രേവി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് തരും. പിന്നെ സാലഡ് ഉണ്ട്, ആസ് യൂഷ്വൽ അച്ചാറുണ്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ ചിക്കൻ 65 കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം സാധാരണ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ കൊതിച്ചിരിക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാത്ത കാരണം കൊണ്ട് ടോപ്പ് നോച്ച് ബേക്കേഴ്സിലേക്കാണ് പോയത് കേട്ടോ. ഇവിടേക്ക് വരാനൊരു കാരണം കൂടി ഉണ്ട്. ഞാനൊരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാലക്കാട് താമസിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇവിടെയായിരുന്നു അന്ന് ജോലി. അപ്പോൾ അന്ന് അമ്മ ബേക്കറി ഐറ്റംസ് ഒക്കെ എനിക്ക് വാങ്ങി തരാറുണ്ടായിരുന്നത് സ്ഥിരം ഈ ടോപ്പ് നോച്ച് എന്നായിരുന്നു. അപ്പോൾ ആ ഒരു മെമ്മറി എന്താ പറയുക, പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും ടോപ്പ് നോച്ചിക്ക് തന്നെ വന്നത്. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എന്നെ മാടി മാടി വിളിച്ചു. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കഴിച്ച് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്കൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. വീണ്ടും തിരിച്ച് വേഗം വീട്ടിലേക്ക് എത്തിയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ കൊല്ലങ്കോട് ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കടകൾ കാണാം കേട്ടോ. അവിടെയൊക്കെ ഈ ഉപ്പിലിട്ട സാധനങ്ങൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഈ മണ്ണിൻ്റെ ഒക്കെ കളർ കണ്ടോ? തൃശ്ശൂർ ഭാഗത്ത് കാണുന്ന ആ ഒരു ടൈപ്പല്ല. ഇവിടെ എത്തിക്കഴിയുമ്പോൾ മണ്ണിൻ്റെയും പിന്നെന്താ മരങ്ങളുടെയും ഒക്കെ ആ ഒരു ഇത് മാറും. ലാൻഡ്സ്കേപ്പ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവും. അപ്പോൾ ഇവിടെ ഒരു നല്ല വൈബുള്ള സ്ഥലത്തൊരു വൈബുള്ള കട കണ്ടു. അവിടെ കണ്ടപ്പോൾ ഞാൻ ഉപ്പിലിട്ടത് കണ്ടപ്പോൾ അപ്പം തന്നെ ചാടി ഇറങ്ങി ഉപ്പിലിട്ടത് വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉപ്പിലിട്ട മാങ്ങ വാങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ നല്ല പഴുത്ത വേറെ മാങ്ങയും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങ വാങ്ങിച്ചു. അപ്പോഴാണ് ഈ ചേച്ചി മാങ്ങ വാങ്ങില്ലേ ചോദിച്ചേട്ടോ. അതിൻ്റെ പേരെന്താ, സിന്ദൂരി എന്നാണ് ആ മാങ്ങയുടെ പേര് പറഞ്ഞത്. ഞങ്ങൾ ഓരോ കവർ വീതം ഞങ്ങൾ 2ആളും വാങ്ങിച്ചു. ഈ ആൻറ്റിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഉപ്പിലിട്ട മാങ്ങ എടുത്തതന്നെ. കുറേ എണ്ണം തന്നു. ഞങ്ങൾ മതിയെന്ന് കുറേ വട്ടം പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് കുറേ എണ്ണം ആ ചേച്ചി ആ മറ്റേ കുഞ്ഞി ഗ്ലാസ്സിലിട്ട് തന്നു. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണോ അവിടുത്തെ വൈബാണോ എന്താണെന്ന് എനിക്കറിയില്ല. ആ ഒരു കാറ്റിലും ഒക്കെ നിന്നിട്ട് ആ ഉപ്പിലിട്ട മാങ്ങ കഴിക്കാണ്ടല്ലോ, ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഫീൽ ചെയ്തു. അവരിങ്ങനെ ഇങ്ങനെ ഇരിക്കാനുള്ള ഈ ഒരു സ്പേസൊക്കെ ഉണ്ട് അവിടെ. ഇങ്ങനെ മരത്തിൻ്റെ ഇതൊക്കെ വെച്ച് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കാറ്റായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കുറേ നേരം ഞങ്ങൾ ഇരുന്നു. ഇതൊരു സർബത്തും പറഞ്ഞു ആ കുഞ്ഞിക്കടയിൽ നിന്ന് തന്നെ. ആ കാറ്റിലുണ്ടല്ലോ ആ സർബത്തും ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാൻ എന്ത് രസമായിരുന്നു അറിയോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ കുറേ വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഭയങ്കര റിലാക്സ് ചെയ്തിരുന്നു. ശരിക്കും അങ്ങനെ എനിക്കിങ്ങനെ ഈ പാടത്തിൻ്റെ സൈഡിൽ നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോൾ ഫുള്ളി റിലാക്സ്ഡ് ആവും. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഒരു പ്രത്യേക സുഖമല്ല അങ്ങനെ പോയിരിക്കാൻ. അപ്പം ഞങ്ങൾ ആ കുഞ്ഞിക്കടയിൽ ചോദിച്ചു, ഇനി ഇവിടുന്ന് എങ്ങടാ ചേച്ചി പോവാൻ അടുത്ത എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ സീതാർകുണ്ട് വാട്ടർഫാൾസ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് തിരിച്ചെത്തിയിട്ട് ധൃതിയൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ അങ്ങോട്ട് വെച്ച് പിടിച്ചു.
അവിടെ എത്തി. അവിടെ ഇങ്ങനെ കുറച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മറ്റേ സ്ഥലത്ത് ഇരുന്ന പോലെ എന്താ പറയുക, അങ്ങനത്തെ ഒരു കാറ്റായിരുന്നില്ല. ഇവിടെ നല്ല ചൂടായിരുന്നു. പാറയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ വാട്ടർഫോൾസ് എന്നാണെങ്കിലും ഞങ്ങൾ പോയ സമയം തീരെ ശരിയായിരുന്നില്ല. വെള്ളച്ചാട്ടം അങ്ങനെ കാര്യമായിട്ടൊന്നും കണ്ടില്ലെങ്കിലും അവിടെ അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങളവിടെ വെറുതെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഞാൻ ഇരുന്നിട്ട് ഒന്നങ്ങോട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഒരാൾ കിടന്നിട്ട് ഭയങ്കര ഡെഡിക്കേഷനിൽ എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ഡെഡിക്കേഷനുള്ള ഫോട്ടോഗ്രാഫറിനെ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഞാൻ വീഡിയോ എടുത്തത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഞങ്ങളങ്ങനെ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. വലിയ വൈബൊന്നും തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ദേ കഷ്ടപ്പെട്ട് നടന്ന് ഒക്കെ വരികയാണ്. അങ്ങനെ കുന്നും മലയും ഒക്കെ ഇറങ്ങി വരണ പോലെ ഇറങ്ങി താഴെ എത്തിയപ്പോൾ കുറച്ച് ക്ഷീണിച്ചു. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെയും കുറേ മാമ്പഴം ഉണ്ടായിരുന്നു. അവർ ഫ്രഷായിട്ട് ജ്യൂസ് അടിച്ച് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് വാങ്ങിച്ചു. എൻ്റെ അമ്മ എന്ത് ടേസ്റ്റായിരുന്നു അറിയോ. ഫ്രഷ് നല്ല തിക്കായിട്ടുള്ള ജ്യൂസായിരുന്നു. അത് ഞാൻ ഒരു ഗ്ലാസും കൂടെ മേടിച്ച് കുടിച്ചു കേട്ടോ. അങ്ങനെ വീണ്ടും ഈ പാടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഞങ്ങൾ റൈഡൊക്കെ പോയി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പതുക്കെ വന്നു. സൺസെറ്റും കൂടെ കാണാൻ എവിടെയെങ്കിലും പോകാമെന്നുള്ള പ്ലാനൊക്കെ എനിക്കും വർഷ ചേച്ചിക്കും ഉണ്ടായി. പക്ഷെ നന്ദു ഒട്ടും സഹകരിക്കാത്ത കാരണം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ സൺസെറ്റ് ഇങ്ങനെ റോഡിൽ തിരിച്ച് വരുന്ന വഴിക്ക് ഇങ്ങനെയാണ് കണ്ടത്. അപ്പോൾ ഇനിയും ഇതുപോലെ കഥകളും ഒക്കെ കേൾക്കാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.